ഒരുപാട് സങ്കടപ്പെട്ടൊരു വീഡിയോസാണ് ഒന്ന് ഞാൻ കണ്ടത്. ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചിൽഡ്രൻസ്, നമ്മളെ കൂടെ കുട്ടികൾ എങ്ങനെ, അവരെ മനസ്സ് നമ്മളെ എങ്ങനെ അറിയേണ്ടതെന്നൊക്കെ പറയുന്നത് എങ്ങനെ ഒന്നും പറയാൻ അറിയണില്ല. കാരണം അത്രയ്ക്ക് സങ്കടം ഈ ഒരു വീഡിയോസ് കണ്ടപ്പെട്ടോ. ആ മോൻ്റെ ചെരുപ്പ് പൊട്ടി, ആ കളിക്കണീൻ്റെ ഇടയിൽ ആ മോൻ്റെ ചെരുപ്പ് പൊട്ടി. ആ ചെരുപ്പ് നോക്കുന്ന ടീച്ചറുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ആ വീഡിയോസ് കാണുന്ന നമുക്ക് തന്നെ സങ്കടം. അങ്ങനെയാണ് ആ ചെരുപ്പ് തുന്നി കൂട്ടി ആ മോൻ വെച്ചിരിക്കുന്നത്. അവൻ്റെ ഫാൻറ്റ് നോക്ക്, ഫാൻ്റൊക്കെ വലിപ്പം കുറഞ്ഞ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളൊരു മോനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചെരുപ്പുമ്പോൾ ഇനി കുത്താൻ സ്ഥലം ബാക്കിയില്ല, പിന്നെ കുത്താൻ ബാക്കിയില്ല, നൂല് കൊണ്ട് കെട്ടാൻ ബാക്കിയില്ല. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ്, കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മോൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോണത്. അപ്പോൾ ആ ടീച്ചർ തന്നെ മുൻകൈ എടുത്തിട്ട് ആ മോൻക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. ആ ചെരുപ്പ് വാങ്ങിക്കൊടുത്തത് മാത്രമല്ല, ആ ചെരുപ്പ് വാങ്ങിക്കൊടുത്ത് ആ മറ്റേ കുട്ടികളൊരു സന്തോഷം ഭയങ്കര തന്നെ കേട്ടോ, ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോസ്. കാരണം ടീച്ചർമാരാകുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. കാരണം പണ്ടത്തെ ടീച്ചർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയും സ്ട്രിക്റ്റ്, നമുക്ക് പേടിയാണ്. ഇപ്പോഴത്തെ ടീച്ചർമാരെന്നൊക്കെ പറഞ്ഞാൽ മക്കളായിട്ട് ഇടവേകി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. കാരണം അവരെ അമ്മമാരെ പോലെയാണ് അവർ ടീച്ചർമാരെ കാണുന്നത് അല്ലേ. അപ്പോൾ അവർ ആ ചെരുപ്പ് കൊടുത്തപ്പോൾ ആ കുട്ടീൻ്റെ ഒരു സന്തോഷം, അത് മാത്രമല്ല അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്, ഒരുപാട് നല്ല കമൻറ്റ് ടീച്ചർക്കാണെന്നുണ്ടെങ്കിലും ഈ മോൻ്റെ മുഖം കാണിക്കാതെ നമുക്ക് പുറം ലോകത്തൊക്കെ അറിയിച്ച് തന്നതാണെങ്കിൽ ഈ ടീച്ചറാണ്. കാരണം ഇപ്പം എല്ലാവരും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മോൻ്റെ മുഖമൊക്കെ കാണിക്കും, പക്ഷേ ആ മുഖമൊന്നും കാണിക്കാതെ മുഖം മറച്ച് വെച്ചിട്ടാണ് ഈ ടീച്ചർ ഈ വീഡിയോസ് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് പാവപ്പെട്ട ഒരു കുട്ടിയാണെന്ന് തോന്നും. നമ്മളെ മക്കളൊക്കെ ഒരു 5-6 ചെരുപ്പ്, അതേപോലെ ഡ്രസ്സ്, ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണ പാരൻസ്. ഇപ്പം ഇങ്ങനത്തെ മക്കളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മളെ മക്കളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ കൂടെ അങ്ങനത്തെ മക്കൾ ഇപ്പോഴും ഉണ്ടാവും അല്ലേ. പല സ്കൂളിലും നമ്മൾക്ക് ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഗവൺമെൻറ് സ്കൂളിൽ പോകുന്നത്. ഈ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പല രീതിയിലുള്ള കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയുക, അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ടീച്ചറുണ്ടല്ലോ, പൊളിയാണ്, മാസാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതാണ്. ഇവർക്ക് ഇരിക്കട്ടെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.